നിന്റെ ദാസന് നൽകും. എന്നാൽ സമ്പൂർണമായി രാജ്യം നിന്റെ അനന്തരാവകാശിക്ക് നഷ്ടപ്പെടില്ല. എൻ്റെ ദാസനായ ദാവീദിനെ ഓർത്ത് നിന്റെ കാലശേഷം മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ കലാപം ആരംഭിക്കുകയാണ്. 3 വ്യക്തികൾ സോളമനെതിരെ ഉയരുന്നു. ഏദോമിനായ ഹദാദ്, ഏലിയാദായുടെ മകൻ റസോൺ, എഫ്രാമിനായ ജെറോബോവാം. ഇതിൽ ജെറോബോവാമാണ് പിന്നീട് വില്ലനായി അവതരിക്കുന്നതും രാജ്യവിഭജനത്തിന് കാരണമാകുന്നതും. പ്രവാചകനായ അഹിയ ജെറുസലേമിൽ നിന്ന് തിരികെ മടന്ന ജെറോബാവിനെ വഴിമധ്യേ വയലിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ 10 ഗോത്രങ്ങളുടെ രാജാവായി അവൻ മാറുമെന്ന ദൈവിക സന്ദേശം ജെറോബോവാമിന് നൽകുന്നു. അങ്ങനെ അവിശ്വസ്തതയുടെയും ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ട പരാജയപ്പെട്ട ഒരു ജീവിതത്തിൻ്റെയും ഉടമയായി സോളമൻ മരിക്കുകയും മകൻ റഹോബോവാം രാജാവാവുകയും ചെയ്യുന്നിടത്താണ് വിഭജിത രാജ്യത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. മനോഹരമായ ചില ഓർമ്മപ്പെടുത്തലുകളും താക്കീതുകളും നൽകിക്കൊണ്ടാണ് ഇന്നത്തെ വായന അവസാനിക്കുന്നത്.